ലാലേട്ടാ, എമ്പുരാനെ, വെറും ഊമ്പുരാനായി പോയില്ലേ ലാലേട്ട. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ താങ്കളുടെ ആരാധകർ ഇനി താങ്കളുടേതായിട്ട് ഇറങ്ങാനിരിക്കുന്ന സിനിമ കാണുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇതെല്ലാം വെറും ഫിക്ഷൻ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ ഇനി താങ്കളുടെ പടങ്ങളൊക്കെ കാണേണ്ടത്? അല്ലാതെ നമ്മുടെ ആവിഷ്കാരം സംരക്ഷിക്കുന്ന രീതിയിൽ, നമ്മുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവും ഒരു സിനിമയും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് ലാലേട്ട നിങ്ങളും നിങ്ങളുടെ എമ്പുരാനുടെ ടീം അംഗങ്ങളും ഞങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആരാധകരോട് പറഞ്ഞു? എന്താ, ഗോധര സംഭവം നടന്നതല്ലേ? ഈ സംഭവത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെയും ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെയും അറിവും മൗന അനുവാദവും ഉണ്ടായിരുന്നില്ലേ? സത്യസന്ധമായി ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള അല്ലേ ലാലേട്ട? ക്ഷമാപണം നടത്താനാണ് താങ്കൾ ഇതിലൊരു ഭാഗവാക്കായതെങ്കിൽ താങ്കൾ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററെയും ഇതിന്റെ സംവിധായകരെയും ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും താങ്കൾ വഞ്ചിക്കുകയായിരുന്നു. ഒരു തിരുത്തൊക്കെ ആവശ്യമായിരുന്നുവെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഒരു തിരുത്ത് ആവശ്യമായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ ഈ സിനിമയുടെ നായകനായത് കൊണ്ടല്ല, മറിച്ച് 40 കൊല്ലത്തിൽ ഉപരിയായി ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന താങ്കൾക്ക് അറിഞ്ഞൂടാത്തതായി എന്താണ് ലാലേട്ട ഉള്ളത്? എല്ലാവരെയും ഈ കൊടുക്കിൽ നിന്ന് തലയൂരി രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമായിരുന്നു. ഇതിനല്ലേ ലാലേട്ട നമ്മൾ അടിമത്തം എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള അടിമത്തത്തിനെതിരെയും ഏകാധിപത്യത്തിനെതിരെയും ഒക്കെ അനവധി സിനിമകൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ രഞ്ജി പണിക്കരുടെ നെടുനീളൻ ഡയലോഗ് പറഞ്ഞ് താങ്കളുടെ ആരാധകരെ രോമാഞ്ചം കൊള്ളിച്ചിട്ടുള്ള താങ്കൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് അധപ്പതനമായി പോയില്ലേ ലാലേട്ട? അതുകൊണ്ടാണ് വളരെ വിഷമത്തോടു കൂടിയെങ്കിലും എമ്പുരാൻ വെറും ഊമ്പുരാനായി പോയില്ലേ എന്ന് പറയേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ എമ്പുരാൻ ഇപ്പോൾ ഓടുന്നത് തിയേറ്ററിലല്ല, ഈ വാർത്താ ചാനലുകളിലൊക്കെയാണ്. TV ഓൺ ചെയ്യുമ്പോൾ എമ്പുരാനെ എന്നുള്ള വിളി മാത്രമേ കേൾക്കാനുള്ളൂ. വിശേഷപ്പെട്ടൊരു ചർച്ച കേട്ടപ്പോഴാണ്, അതായത് നമ്മുടെ ഡോക്ടർ അരുൺകുമാറും നമ്മുടെ സുജയ പാർവതിയും ഈ റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ ഒരു ചർച്ച കേട്ടപ്പോഴാണ് എനിക്കും ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായത്. അതുപോലെ തന്നെ മറുനാടൻ നേരിട്ടെത്തി മറുനാടന്റെ ഒരു ചാനലിൽ നടത്തിയ ഒരു ചർച്ച കൂടി കണ്ടപ്പോൾ എനിക്ക് പറയാനുണ്ട്, ഒരു വീഡിയോ ചെയ്യാനുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ്. ചില ടി വി പ്രതികരണങ്ങൾ വരട്ടെ, ചില മാധ്യമ പ്രതികരണങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ ചില നിരൂപണങ്ങളൊക്കെ വരട്ടെ, എന്നിട്ട് സിനിമ കാണാം എന്നു കരുതുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കൂടി വരികയാണ്. ഈ എമ്പുരാൻ എന്നുള്ള സിനിമ എനിക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞില്ല. കാണാൻ കഴിയാത്തത് നിരൂപണം വരട്ടെ, നിരൂപണം കണ്ടിട്ട് കാണാമെന്ന് വിചാരിച്ചതുകൊണ്ടല്ല, അതിനുള്ള സാഹചര്യം ഒക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് കാണാതിരുന്നത്. അല്ലെങ്കിലും നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമ അതിന് എന്ത് മോശമായാലും ശരി, ഞാൻ അങ്ങനെ അവരുടെ ഒരു സിനിമയും കിട്ടുന്ന ഒരാളല്ല. ഇതിനിടയിൽ തീർച്ചയായിട്ടും ഒരുപാട് നിരൂപണങ്ങളൊക്കെ കാണുകയുണ്ടായി, അത് വാസ്തവമാണ്. ഇതിൽ നമ്മുടെ നിരൂപണ കേമൻ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. അതായത് യശ്വന്ത് കോക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. യശ്വന്ത് കോക്കിന്റെ ഒരു നിരൂപണം, അദ്ദേഹമാണല്ലോ ഈ നിരൂപണത്തിന്റെ ഒരു രാജാവായി ഇപ്പൊ വിലസിക്കൊണ്ടിരിക്കുന്നത്. ആ യശ്വന്ത് കോക്കിന്റെ നിരൂപണവും ഞാൻ കാണുകയുണ്ടായി. അതായത് 4 ദിവസത്തിനുള്ളിൽ 2.5 മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരൂപണം കണ്ടിട്ട് സിനിമ കാണാം എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ നിരൂപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വർഷം 175-200 സിനിമകളോളം പടച്ചുവിടുന്ന, അതല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ, ചില വ്യക്തികളുടെ ഒക്കെ തിട്ടൂരത്തിനോ വശംബദ്ധരായി നമ്മുടെ മൗലികാവകാശത്തിനും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എതിരെയൊക്കെ കത്തി വെക്കുന്ന ഈ സിനിമ അണിയറ കേമന്മാർ തന്നെയാണ് ഇതിന് കാരണക്കാർ. ഇത് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ലെങ്കിൽ സിനിമ ചിലവിനോടൊപ്പം ഈ നിരൂപണ പർച്ചേസിന്റെ പൈസ കൂടി കണ്ടെത്തേണ്ടി വരും. ഈ കോടതി പോലും ഈ നിരൂപണത്തെ വിലക്കിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക. പക്ഷെ ഇതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡോക്ടർ അരുണിന്റെയും സുജയ പാർവതിയും ഈ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു വീഡിയോയുടെ ചില പ്രശസ്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം.
ഇത് ഓരോ രംഗത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വലിയ ഫിഗർ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു നടൻ, അയാൾ ഇക്കാര്യങ്ങൾ ഫിക്ഷണലായിട്ടുള്ള ഒരു ചിത്രീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വടിവത്ത ഭാഷയിലെ ചതുര വടിവിലെ സംഭാഷണമൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം, 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാം എന്ന് വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. ഡോക്ടർ അരുൺ, വെട്ടിയ പടം ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു. താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും, 17 വെട്ടെന്നല്ല, അത് മാത്രമേ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സുജയ പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മീഡിയ പീസ്, ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ, അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ശരി, താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വിഷമമില്ല അങ്ങനെ പറയുന്നത്. ഇതിൽ കൃത്യമായി ചില അജണ്ടകൾ ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ സിനിമ കണ്ട ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, പൃഥ്വിരാജിന്റെ ഈ പടത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുപ്രിയ ഇട്ട ഒരു പോസ്റ്റിൽ ആളറിഞ്ഞ് കളിക്കട എന്നാണ് പറഞ്ഞത്. കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും എമ്പുരാന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടി ഒരു കബന്ധം പോലെ ആയിരിക്കും അടുത്തയാഴ്ച തിയേറ്ററിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത്. വിവാദ ഭാഗങ്ങൾ നീക്കാൻ ലാൽ ആവശ്യപ്പെട്ടു എന്നുള്ളത് അല്പസമയം മുമ്പ് മേജർ രവി എന്ന സംവിധായകനും വന്ന് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കേണ്ടത് മോഹൻലാലാണ്. ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞത്. എമ്പുരാനിൽ RSSന് പൊള്ളിയിട്ടില്ല, പക്ഷേ അണിയറക്കാർക്ക് സംവിധായകനും പ്രധാന നടനും അടക്കം പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വോളണ്ടറി ആയിട്ടുള്ള മോഡിഫിക്കേഷനിലേക്ക് അവർ കടന്നിരിക്കുന്നത്. സുപ്രീം കോടതി ഈ പറയുന്ന കുനാൽ കംറയുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡപ്പ് കൊമഡിയന്റെ കോമഡി പീസ് കേട്ടാൽ പോലും അസ്വസ്ഥമാവുന്ന ഒരു ഭരണകൂടമാണോ ഇത്? ഈ പറയുന്ന പ്രതാപ് ഗഡിയുടെ ഒരു കവിതയുണ്ടല്ലോ, ആ പ്രതാപ് ഗഡിയുടെ കവിത കേൾക്കുമ്പോൾ, ഒരു കവിത കേൾക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന ഒരു ധൈര്യം മാത്രമാണോ ഈ റിപ്പബ്ലിക്കിനുള്ളത്? ഞാനല്ല ചോദിച്ചത്, സുപ്രീം കോടതി ചോദിച്ചതാ. ഒരു സിനിമയിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ആ വില്ലന്റെ പേര് ബജ്രംഗി എന്ന് ഇടുന്നത് കാണുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അന്തസ് കെട്ടുപോകുമെങ്കിൽ, ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരുടെ ഭരണ കക്ഷിക്ക് വിറയലുണ്ടാകുന്നുണ്ടെങ്കിൽ, പരിഭ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ഈ റിപ്പബ്ലിക്കിന്റെ പോക്ക് എങ്ങോട്ടാണ്? രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങളുടൻ പാകിസ്ഥാൻ ചാരനാവും. രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് വരും. സഭ്യമായ വിമർശനവും നമ്മൾ ഏത് പൊതുസമൂഹത്തിൽ നടന്ന രാഷ്ട്രീയ വിമർശനങ്ങളും ഉൾക്കൊള്ളാനുള്ള മാന്യത എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. എനിക്കൊന്ന് എഡിറ്റോറിയൽ അംഗങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു സിനിമയിൽ കത്രിക വീഴുന്നത് ആഹ്ലാദിക്കാനുള്ള മനസ്സ് എനിക്കില്ല, ചുരുങ്ങിയ പക്ഷം. ഇതില് സുജയ പാർവതിയുടെ ഒരു അപവാദം എന്ന് പറയുന്നത്, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സെൻസർ ബോർഡിന് ശരിയായിട്ട് കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തിരുന്നില്ല. ഇതിന്റെ സംവിധായകനായ പൃഥ്വിരാജിന്റെ ചില വിവരണം കേട്ടിട്ടാണ് ഇവരിത് കട്ട് ചെയ്ത് കൊടുത്തതെന്നാണ് നമ്മുടെ സുജയ പാർവതിയുടെ ഒരു അപവാദം. ഇതിനെ ഇങ്ങനെ സെൻസർ ബോർഡിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ പൃഥ്വിരാജ് പറയുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ ഈ പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരൻ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ അമ്മ ഈ മല്ലിക, ഇവര് ഏതെങ്കിലും സെൻസർ ബോർഡ് അംഗങ്ങളെ നിയമിച്ചതായിട്ട് എന്റെ അറിവിലില്ല. സുജയ പാർവതിയുടെ ഒരു ആവേശം ഇരമ്പിയത് ഇപ്പോ സെൻസർ ബോർഡിന്റെ കയ്യിലിരിക്കുന്ന കത്രിക ഇപ്പൊ സെൻസർ ബോർഡിന്റെ കയ്യിലല്ല, പൃഥ്വിരാജിന്റെ കയ്യിലാണെന്നാണ് നമ്മുടെ സുജയ പറയുന്നത്. അതായത് സിനിമയിൽ ആവശ്യമില്ലാത്തത് ആർക്കാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സിനിമയിൽ ആവശ്യമില്ലാത്ത 17 ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്നല്ല കട്ട് ചെയ്യാം എന്ന് നമ്മുടെ സംവിധായകനായ പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ ടീമിലെ എല്ലാ അംഗങ്ങളും ആരുടെയൊക്കെ കാല് പിടിച്ചു അപേക്ഷിച്ചു എന്നാണ് നമ്മുടെ സുജയ പാർവതി പറയുന്നത്. സുജയ പാർവതിയുടെ, നമ്മുടെ ഈ പാർവതി ചേച്ചിയുടെ അടുത്തുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ഈ BJP RSS കൂട്ടുകെട്ടിന് വേണ്ടിയിട്ടുള്ള ചില ട്രെയിനിങ്ങിലാണെന്ന് നമുക്ക് ഇവരുടെ അടുത്തിടെയുള്ള റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാറിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നമ്മുടെ സുജയ പാർവതിയെ നമ്മുടെ ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ ഡയറക്ടർ ബോർഡിലുള്ള, അതായത് നമ്മുടെ കേരളത്തിലെ BJPയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ നിയമിച്ചു എന്നൊരു വാർത്ത കാണുകയുണ്ടായി. ചന്ദ്രശേഖർ സാറെ, താങ്കൾക്ക് ഇതിൽ നിരാശപ്പെടേണ്ടി വരില്ല. സ്തുതി പാടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിരീടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുജയ പാർവതി തന്നെ കരസ്ഥമാക്കും. എന്ത് മാധ്യമ നർമ്മം! അതായത് രാജാവിനെ മറന്ന ഒരു മാധ്യമ നർമ്മവും നമുക്ക് ആവശ്യമില്ല, അങ്ങനെ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയുമില്ല. അല്ലേ സുജയ പാർവതി ചേച്ചി?
കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് 3000 ലൗചികാതുമായി ബന്ധപ്പെട്ടൊരു 3000 പേരുടെ എണ്ണമൊക്കെയാണ് ഒരു ഇത് പറഞ്ഞത്. ഈ പടം റിലീസായപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഈ സിനിമ പോയി കാണണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ സിനിമയ്ക്ക് ടാക്സ് ഇളവും അനുവദിച്ചു കൊടുത്തിരുന്നു. അതെന്താ പാർവതി ചേച്ചി, ഒരു രാജ്യത്ത് 2 നിയമം? നമുക്കാണെങ്കിൽ ആഹാ, മറ്റു ആർക്കെങ്കിലും ആണെങ്കിൽ ഓഹോ. ശരി ചേച്ചി, അടിതൊട്ടുമുടി വരെ ചേച്ചി പോയി തടവി കൊടുത്ത് എന്തു മാധ്യമ ധർമ്മം, പോയി തൊലയട്ടെ. ഡോക്ടർ അരുൺ, താങ്കൾ ഈ വീഡിയോയിൽ പങ്കുവച്ച, അതായത് ഈ മാധ്യമ ധർമ്മത്തിന്റെ ഒരു അപജയം, ഇതിനെക്കുറിച്ച് എല്ലാവരും ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുടെ ഒരു ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് കാണാം. ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യം. ഇതിനകത്ത് സിനിമയിൽ രാഷ്ട്രീയമുണ്ട്, അതീവ ഗൗരവമായ രാഷ്ട്രീയമുണ്ട്. അത് മോദി വിരുദ്ധ രാഷ്ട്രീയമാണ്. മോദിയും അമിത്ഷായും ചേർന്ന് ഗുജറാത്തിൽ കലാപമുണ്ടാക്കി. ആ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ അധികാരമുണ്ടാക്കിയെന്നും അധികാരത്തിന്റെ ബലത്തിൽ അവർ കേരളം പിടിക്കാൻ വേണ്ടി ഇവിടെ മറ്റേ സുരേന്ദ്രൻ പറഞ്ഞല്ലോ 35 സീറ്റ് ഞങ്ങൾ അപ്പൊ ആ കേരളം പിടിക്കാൻ വേണ്ടി ഇവരിവിടെ മറ്റേ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബോംബ് വെക്കാൻ പദ്ധതി കിട്ടും എന്നൊക്കെ തരത്തിലുള്ള പക്കാ പൊളിറ്റിക്കൽ സ്റ്റോറിയാണ്. അപ്പം ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ ബാല്യത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല. അതിന് പ്രസക്തി ഇല്ലല്ലോ, ഒരു പ്രസക്തി. അയാളെ ബാല്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മോഹൻലാലിന്റെ ബാല്യമോ മോഹൻലാലിന്റെ ഭാവിയോ ഒക്കെ കാണിക്കുന്ന, അതായത് ഈ അബ്രാം ഖുറേഷിയുടെ സാധ്യതകൾ കാണിക്കുക, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണിക്കുന്നത് മനസ്സിലാക്കാം, പൂർണ്ണിപ്പിച്ച തരത്തിലാണ്. ഇനി ഈ സിനിമയുടെ തുടക്കം പോലും ഒരു ആക്ഷൻ സീൻ ഉണ്ട്. എന്തിനാണ് ആ ആക്ഷൻ സീൻ തുടക്കത്തിൽ കാണിക്കുന്നത് നമുക്കറിയത്തില്ല. ഒന്ന് ഞാൻ പൊളിറ്റിക്സ് പറയാം. ഉദാഹരണത്തിന് സുരേന്ദ്രൻ എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ എന്ത് റോളാണ് ഒരു റോളുമില്ല. പക്ഷെ ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറുബോറൻ സിനിമ. കഥയില്ല, തിരക്കഥയില്ല, സംഭാഷണമില്ല, ഡയലോഗില്ല. ഇപ്പം മലയാള സിനിമ മാത്രമായി മലയാള സിനിമ മാത്രം ഇവർ പാൻ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഗുജറാത്ത് കയറി പിടിച്ചു. ഇവർ എന്തിനാണ് ഗുജറാത്ത് പിടിച്ചത്? ഈ സിനിമയ്ക്ക് ഒരു തരത്തിലും യോജിക്കാത്ത ഗുജറാത്ത് കഥ പിടിച്ച് പാൻ ഇന്ത്യ ആക്കാനാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീനോ ഒരു ഡയലോഗോ ഒരു പാട്ടോ ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒന്നുമില്ല. വെറുതെ എന്തൊക്കെയോ കാണിക്കൂട്ടിയിരിക്കുന്ന ഒരു സിനിമ. ഇതില് ഈ ഇമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ മുരളി ഗോപിക്കും ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജിനും പറ്റിയൊരു അബദ്ധം എന്താണെന്ന് അറിയാമോ? ഈ സിനിമയുടെ ഒരു ഭാഗവാക്കാകാൻ നമ്മുടെ മറുനാടനെ കൂടി ഉൾപ്പെടുത്താതിരുന്നതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. അങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതണം, ഇതിന്റെ സ്റ്റാർട്ടും കട്ടും പാക്കപ്പൊക്കെ ഏത് രീതിയിൽ എങ്ങനെ പറയണമെന്നൊക്കെ നമ്മുടെ മറുനാടൻ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇദ്ദേഹത്തിന് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വ്രണപ്പെട്ടതിലല്ല, നമ്മുടെ മൗലികാവകാശം ചോദ്യം ചെയ്യപ്പെട്ടതല്ല. ഇദ്ദേഹത്തിന് സിനിമയുടെ ചില സാങ്കേതിക വശങ്ങളെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ചെറുതായിട്ട് തൊട്ടതിൻ്റെ ഒരു മോങ്ങലാണ് നമ്മളിപ്പോ കണ്ടത്. ഈ മോഹൻലാലിനെ ഈ വീഡിയോയിൽ അദ്ദേഹം നൈസായിട്ട് ഇങ്ങനെ തടവി വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് പൃഥ്വിരാജ് അദ്ദേഹത്തിനെ പറ്റിച്ചതാണ്, പൃഥ്വിരാജ് അദ്ദേഹത്തെ കബളിപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പ്രിയപ്പെട്ടവൻ മോദിയും അമിത്ഷായും ഒക്കെ ആണെങ്കിലും നടൻ ലാലിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൂടാത്ത ആളല്ലല്ലോ നമ്മുടെ സാജൻ സ്കറിയ. അതിൻ്റെയൊക്കെ ഒരു വെളുപ്പിക്കലും അതിൻ്റെയൊക്കെ ഒരു മോങ്ങലും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. തള്ളെന്ന് പറഞ്ഞാൽ എന്ത് തള്ള വീഡിയോ, തള്ളിക്കോ. തള്ളുമ്പോൾ BJP മാത്രമല്ല എല്ലാവരെയും ഒരുമിച്ച് തള്ളണ്ടേ സാജൻ സ്കറിയ സാറേ? എന്തു മാധ്യമ ധർമ്മം! ഉള്ള സമയത്ത് 10 കാശുണ്ടാക്കാൻ നോക്കാതെ അല്ലേ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.